ഒരു കല്യാണ വീട് പോലെയായിരുന്നു അവിടം. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഹരിയും ദക്ഷിണയും ഒരു സൈഡിലേക്ക് മാറി നിന്നു. ദേവനും പ്രിയയും അവിടെ സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ തുടങ്ങി. സ്റ്റേജിൽ ഒരു വധുവിനെ പോലെ ശ്രാവന്തി ഒരുങ്ങി നിൽക്കുന്നു. ചുവന്ന നിറയെ വർക്കുള്ള ധാവണിയായിരുന്നു അവൾ ധരിച്ചിരുന്നത്. നിറയെ സ്വർണവും ധരിച്ചിരുന്നു. ശ്രാവൺ ഗോൾഡൻ കളർ കുർത്തിയും ക്രീം കളർ പാൻറ്റുമാണ് ധരിച്ചിരുന്നത്. മുടി കെട്ടിവച്ചിട്ടുണ്ട്. അവിടെ മാതാപിതാക്കൾ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റേജിൽ അവരൊക്കെ നിന്നപ്പോൾ നാടകത്തിൽ രാജകൊട്ടാരം സെറ്റിട്ടതുപോലെ തോന്നി. അതോർത്തുകൊണ്ട് ദക്ഷിണ ചിരിച്ചു. ഹരി എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ അവൻ്റെ ചെവിയിൽ ഈ കാര്യം പറഞ്ഞു. അവരും അതോർത്ത് ചിരിച്ചു. ശ്രാവന്തിയുടെ കണ്ണുകൾ ഹരിയെ കണ്ട് തിളങ്ങി. ശ്രാവൺ ദക്ഷിണയെ നോക്കി വക്രമായി ചിരിച്ചു. അവൾക്കത് കണ്ട് വല്ലായ്മ തോന്നി. കേക്ക് കട്ടിങ് കഴിഞ്ഞു. ശ്രാവന്തി അമ്മയ്ക്കും അച്ഛനും ആങ്ങളയ്ക്കും കേക്ക് വായിൽ വെച്ച് കൊടുത്തു. അവർ തിരിച്ചു. അവൾ ഹരിയെ ഇമച്ചിമ്മാതെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവനത് കണ്ടില്ല. പക്ഷെ വേറെ രണ്ട് കണ്ണുകൾ അത് കണ്ടു. ദക്ഷിണയുടെ. അവൾക്ക് ദേഷ്യം തോന്നി. ആ ആങ്ങളുടെയും പെങ്ങളുടെയും സ്വഭാവം ഒരേപോലെയാണെന്ന് അവൾക്കും തോന്നി. എല്ലാവരും സമ്മാനം കൊടുത്തു. ദക്ഷിണയും പ്രിയയുമാണ് സമ്മാനം കൊടുക്കാൻ പോയത്. അപ്പോഴും ശ്രാവന്തി ഹരിയെ നോക്കുകയായിരുന്നു. ദക്ഷിണ കോപം അടക്കി പിടിച്ചു. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വീണു. ദക്ഷിണയും ഹരിയും പ്രിയയും ദേവനും ഒരു ടേബിളിന് ഇരുവശവുമായിരുന്നു. അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ആവന്തിയും കുടുംബവും എല്ലാവരോടും കുശലം പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ശ്രാവൺ ദക്ഷിണയെ സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ശ്രാവന്തി ദക്ഷിണയെ അരികിലായി വന്നു നിന്നു. ഹായ് ദക്ഷിണ, കല്യാണം എന്ന് കാണും. ഡിഗ്രി കഴിഞ്ഞിട്ട്, അവൾ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. പെട്ടെന്ന് ശ്രാവന്തി മുന്നോട്ടാഞ്ഞു. അവിടെ ഇരുന്ന ജ്യൂസ് ദക്ഷിണയുടെ ഡ്രസ്സിൽ വീണു. ഐ എം സോറി ദച്ചു, ഞാൻ അറിയാതെ സ്ലിപ്പായതാ. ഇറ്റ്സ് ഓക്കെ, ദക്ഷിണ പറഞ്ഞു. ഹാരിക്ക് ദേഷ്യം വന്നു. അവനത് കടിച്ചമർത്തി. ദേവനും പ്രിയയും പരസ്പരം നോക്കി. വാഷ്റൂമിൽ പോകൂ ദച്ചു, ഞാൻ കാണിച്ചു തരാൻ വരൂ, ശ്രാവന്തി വിളിച്ചു. ദക്ഷിണ അവളുടെ കൂടെ പോയി. ഒരു ബെഡ്റൂമിലേക്കാണ് ദക്ഷിണയെ അവൾ കൊണ്ടുപോയത്. അവിടെയാണ് നല്ല വാഷ്റൂം ഉള്ളത്. ഇത് ഏട്ടൻ്റെ റൂമാണ്. മറ്റുള്ള വാഷ്റൂമെല്ലാം വൃത്തികേടായി കാണും. ഒരുപാട് പേര് വന്നതല്ലേ, ഇവിടെ ആരും കയറിയിട്ടില്ല, അവൾ പറഞ്ഞു. ദക്ഷിണ ആ വാഷ്റൂമിൽ കയറി ഡ്രസ്സിൽ നിന്ന് ജ്യൂസ് കഴുകി കളഞ്ഞു. മുഖവും കഴുകി ഫ്രഷായി അവൾ റൂമിൽ വന്നു. ശ്രാവന്തി അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റൊരു പെൺകുട്ടി അവിടെ എന്തൊക്കെയോ അടുക്കി വെക്കുന്നുണ്ട്. ഇരുനിറമെങ്കിലും വളരെ സുന്ദരിയായിരുന്നു അവൾ. ഒരു പഴയ ചുരിദാറാണ് വേഷം. നീളൻ മുടി കുളിപ്പിഞ്ഞിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അവൾ കുളിച്ചു വന്നതാണെന്ന് തോന്നുന്നു. ദക്ഷിണ അവളെ നോക്കി ചിരിച്ചു. അവൾ തിരിച്ചും. പെട്ടെന്ന് കറണ്ട് പോയി. രണ്ട് കൈകൾ ദക്ഷിണയെ കോരിയെടുത്ത് വൈലണ്ടൻ അപ്പാരൽ പെർഫ്യൂമിൻ്റെ ഗന്ധം. ഹാരി. 10 മിനിറ്റ് ശേഷമാണ് കറണ്ട് വന്നത്. പ്രിയൻ ദേവനും ദക്ഷിണയെ കാണാതെ പരിഭ്രമിച്ചു. അപ്പോഴാണ് ശ്രാവന്തി അവിടേക്ക് വന്നത്. എന്താ, എന്ത് പറ്റി ആൻറ്റി? ദക്ഷിണ ഇവിടെ മോളെ. ഏട്ടൻ്റെ മുറിയിലെ വാഷ്റൂമിൽ പോയതാണ്. ഇതുവരെ വന്നില്ലേ? കറണ്ട് പോയതുകൊണ്ടാവാം. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അവൾ ഗൂഢമായി ആരും കാണാതെ ചിരിച്ചു. ഏട്ടനിപ്പോൾ അവളെ സ്വന്തമാക്കി കാണും. ആ മുറി ലോക്കായാൽ എത്ര വെച്ചാലും പുറത്ത് കേൾക്കില്ല, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ ആ റൂമിൻ്റെ വാതിൽ മുട്ടി. കുറച്ചു കഴിഞ്ഞ ശേഷമാണ് വാതിൽ തുറക്കപ്പെട്ടത്. പരിഭ്രമിച്ച മുഖവുമായി ശ്രാവൺ നിന്നും. അവൻ എസിയുടെ തണുപ്പിലും വിയർത്തു. അവൻ്റെ പുറകിൽ നിന്ന പെൺകുട്ടിയെ കണ്ട് ശ്രാവന്തി ഞെട്ടി. അനുരാധ, വീട്ടുവേലക്കാരി. അവളുടെ വസ്ത്രം കീറിയിട്ടുണ്ട്. കീഴ്ചുണ്ടിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു. ശ്രാവന്തിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അപ്പോഴേക്കും ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. പിന്നീട് ആരൊക്കെ അവിടേക്ക് വന്നു. ആകെ ബഹളമായി. ശ്രാവണിൻ്റെ അച്ഛൻ അവനെ തല്ലി. അവൻ്റെ അമ്മ കരഞ്ഞ് നിലവിളിച്ചു. ആ പെൺകുട്ടിയെ ചീത്ത പറഞ്ഞു. അവളുടെ ബന്ധുക്കൾ അവരെ അടിക്കാനൊരുങ്ങി. ആരൊക്കെ പിടിച്ചു മാറ്റി. വാക്ക് തർക്കങ്ങളായി. ആ പെൺകുട്ടിയെ ശ്രാവൺ വിവാഹം കഴിക്കണമെന്ന് അവളുടെ ബന്ധുക്കൾ പറഞ്ഞു. നാട്ടുകാരും അവർക്കൊപ്പം നിന്നു. എന്നാൽ പണം നൽകി ഒഴിവാക്കാനായിരുന്നു ശ്രാവണിൻ്റെ വീട്ടുകാരുടെ ഉദ്ദേശം. ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിനെ വിളിക്കുമെന്നായപ്പോൾ അവർ വിവാഹം നടത്താമെന്ന് പറഞ്ഞു. അവിടെ ഒരു ഭാഗത്ത് രണ്ടുപേരെല്ലാം കണ്ടും കെട്ടും നിൽക്കുന്നുണ്ടായിരുന്നു. ദക്ഷിണയും അവളുടെ നീലക്കണ്ണനും. ദക്ഷിണ ഹരിയെ ചാരി നിന്ന്. അവൾ കരയുകയായിരുന്നു. പ്രിയയും ദേവനും അവർക്കരികിലേക്ക് ചെന്നു. അമ്മേ, ഹാരി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ. അവൾ പൊട്ടിക്കരഞ്ഞു. ഒന്നും പറയണ്ട മോളെ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. വാ, നമുക്ക് പോകാം. ഇനി ഈ കുടുംബവുമായി ഒരു റിലേഷനും വേണ്ട. ഞാനിപ്പോൾ വരാൻ മാറ്റി. അതും പറഞ്ഞിട്ട് അവൻ ശ്രാവണിൻ്റെ അടുത്തേക്ക് ചെന്നു. പതുക്കെ പറഞ്ഞു. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവലി. ആ ലൈനാണോ ശ്രാവൺ? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രാവണൊന്നും മിണ്ടാതെ തല കുനിച്ചു. അവർ അവിടെ നിന്നും ഇറങ്ങി. 1.5 വർഷത്തിന് ശേഷമുള്ളൊരു സായാഹ്നം. ദക്ഷിണ മൂക്കുകുത്തി. ഹരി സമ്മാനിച്ച മൂക്കുകുത്തിയാണ് അവളിട്ടത്. നാളെ അവളുടെയും അവളുടെ നീലക്കണ്ണൻ്റെയും വിവാഹമാണ്. വേദനയുണ്ടോ? ഹാരി അവളോട് ചോദിച്ചു. ഇല്ല, നല്ല സുഖം. ഒന്ന് കുത്തി നോക്ക്, അപ്പം അറിയാം, അവൾ ചെറിയ കുട്ടിയെപ്പോലെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവൻ വെളിച്ചെണ്ണയിൽ മഞ്ഞൾ ചാലിച്ച് മയിൽപ്പീലി കൊണ്ട് അവളുടെ മൂക്കുത്തിയിട്ട ഭാഗത്ത് തലോടി. അവൾ സ്നേഹത്തോടെ അവനെ നോക്കിയിരുന്നു.
ആ നീലക്കണ്ണുകളിൽ ഒരു കടൽ സ്നേഹമുണ്ടെന്ന് അവൾ മനസ്സിലോർത്തു. അപ്പോഴും അവളെ ചങ്കുകളായ മനീഷ, രേവതി, ക്രിസ്റ്റി, അർണവ്, വിശ്വസ്, ക്രിസ്റ്റോ എന്നിവർ അവിടേക്ക് വന്നു. റൊമാൻറ്റിക് മൂഡിലാണല്ലോ രണ്ടാളും, ക്രിസ്റ്റിയാണ് പറഞ്ഞത്. പോടാ, അവൾ അവൻ്റെ തലയിൽ കൊട്ടി. മെഹന്തി ടൈമായി, രണ്ടാളും വാ, അവിടെയെല്ലാം സെറ്റായി, മനീഷ പറഞ്ഞു. അവർ അവരോടൊപ്പം പോയി സ്റ്റേജിൽ അവർക്കായി ഒരുക്കി ഇരിപ്പിടങ്ങളിലിരുന്നു. പെൺകുട്ടികളെല്ലാവരും അവൾക്ക് മെഹന്തി ഇട്ടു. ദേവനും പ്രിയും ചടങ്ങിന് വന്ന എല്ലാവരെയും സ്വീകരിച്ചിരുത്തി. രാഹുലും നവ്യയും വന്നു. അവിടെ വിവാഹം കഴിഞ്ഞിട്ട് 9 മാസം കഴിഞ്ഞു. നവ്യ 5 മാസം ഗർഭിണിയാണ്. പ്രതീക്ഷിക്കാത്ത 2 അതിഥികൾ അവിടെ വന്നു. ശ്രാവൺ, ഒപ്പം അനുരാധയും. അവൾ വളരെ നന്നായി വേഷം ധരിച്ചിരുന്നു. നല്ലപോലെ വെളുത്ത് സൗന്ദര്യം വർദ്ധിച്ചു. അവൻ മുടിയൊക്കെ വെട്ടി ഒതുക്കിയിരുന്നു. കുറച്ച് താടിയും വെച്ചു. മുഖം പ്രസന്നമായിരുന്നു. അവർ സ്റ്റേജിലേക്ക് കയറി. ദക്ഷിണയ്ക്കും ഹാരിക്ക് സമ്മാനം നൽകി ആശംസകൾ പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. ഭക്ഷണം കഴിഞ്ഞ് അവർ പോയി. ബാക്കിയുള്ളവർ പിറ്റത്തേക്കുള്ള കാര്യങ്ങളുടെ തിരക്കിലേക്കായി പോയി. പിങ്ക് നിറമുള്ള പട്ടുസാരിയിൽ ദക്ഷിണ അതിസുന്ദരിയായിരുന്നു. ആ നെക്ലേഴ്സും 2 വളകളും ഇടത്തരം വലിപ്പമുള്ള കമ്മലുകളും 2 മോതിരങ്ങളും നെറ്റിച്ചുട്ടിയും ഒരു ചുവന്ന പൊട്ടും ചന്ദനക്കുറിയും മെടഞ്ഞിട്ട നീളൻ മുടിയിൽ നിറയെ മുല്ലപ്പൂക്കളും ചൂടിയിരുന്നു. അളിഞ്ഞ സ്ഥാനം രാഹുൽ ഭംഗിയായി നിറവേറ്റി. ഹാരിയുടെ കാലുകൾ കഴുകി നെറ്റിയിൽ ചന്ദനക്കുറി വരച്ചു കൊടുത്തു. ശേഷം പൂമാലയും പൂച്ചെണ്ടും നൽകി അവനെ വേദിയിലേക്ക് സ്വീകരിച്ചു. മെറൂൺ നിറത്തിലുള്ള വേഷമായിരുന്നു രാഹുലും നവിയും. അവൻ ഷർട്ടും മുണ്ടും, അവൾ ലാച്ചയും. ദക്ഷിണയുടെ മാതാപിതാക്കൾ ചന്ദ്രൻ നിറത്തിലുള്ള വേഷമായിരുന്നു. ലണ്ടനിൽ നിന്നും ഹാരിയുടെ ബന്ധുക്കളും മുംബൈയിൽ നിന്നും അവൻ്റെ സുഹൃത്തുക്കളും എത്തി. കൂടാതെ നാട്ടിലെ അനാഥാശ്രമത്തിൽ നിന്നുമുള്ള അന്തേവാസികളും അവിടെ എത്തിച്ചേർന്നു. ഹാരിയുടെ ആവശ്യപ്രകാരം രാഹുലാണ് അവരെ അവിടെ എത്തിച്ചത്. അവർക്ക് എല്ലാവർക്കും പുതുവസ്ത്രങ്ങളും മറ്റ് സമ്മാനങ്ങളും നൽകിയതും. ദക്ഷിണയും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ധാരാളം പേരുണ്ടായിരുന്നു. ക്രീം നിറത്തിലുള്ള ഫുൾ സ്ലീവ് ഷർട്ടും കസവും മുണ്ടുമാണ് ഹാരിയുടെ വേഷം. അതിലവൻ ഒരു ഗ്രീക്ക് ദേവനെ പോലെ തോന്നി. അവനെ ദക്ഷിണയുടെ അച്ഛൻ മണ്ഡപത്തിലിരുത്തി. താലവുമായി ചെറിയ പെൺകുട്ടികൾക്ക് മുന്നിൽ നടന്നു വരുന്ന അവർക്ക് പിന്നിൽ നിറതാലവുമായി ദക്ഷിണ. ഹാരി കണ്ണിമ വെട്ടാതെ അവളെ നോക്കിയിരുന്നു. വായി നോക്കാൻ ഇനി സമയമുണ്ടടി, രാഹുൽ ഹാരിയുടെ ചെവിയിൽ പറഞ്ഞു. അവൻ ചിരിച്ചു. അപ്പോഴേക്കും ദക്ഷിണ മണ്ഡപത്തിലെത്തിയിരുന്നു. അവർ രണ്ടുപേരും എഴുന്നേറ്റുന്ന സദസ്സിനെ വണങ്ങി. ശേഷം ഇരുന്നു. ദക്ഷിണയുടെ അമ്മ അവൾക്ക് നിലവിളക്ക് സെറ്റും കൊടുത്തു. അവളൊരു നാരങ്ങ പകരം കൊടുത്തു. നോർത്ത് ഇന്ത്യൻ താലിമാലയായിരുന്നു അവൻ അവൾക്കായി കരുതിയത്. അവളുടെ അച്ഛൻ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാനാണ് അവന് തോന്നിയത്. ഇതിനെപ്പറ്റി ദക്ഷിണ ചോദിച്ചപ്പോൾ തൻ്റെ അമ്മയുടെ ആഗ്രഹവുമായിരുന്നു എന്നവൻ കള്ളം പറഞ്ഞു. മഞ്ഞയും വെള്ളയും ചുവപ്പും പൂക്കൾ കൊണ്ട് കോർത്ത മാലകൾ അവർ പരസ്പരം ചാർത്തി. ദക്ഷിണയുടെ കയ്യിൽ അവളുടെ പിതാവും ഹാരിയുടെ കയ്യിൽ ബീർബലുമാണ് പൂമാല എടുത്തു കൊടുത്തത്. ബീർബൽ ഹാരിയുടെ പിതാവിന് സ്ഥാനം അലങ്കരിച്ചു. പൂജിച്ച താലിമാല ദൈവത്തെ വിളിച്ചുണ്ടായാൽ ഹാരി ഏൽപ്പിച്ചു. ദക്ഷിണ കൂപ്പ് കൈകളുമായി പ്രാർത്ഥനയോടെ ഇരുന്നു. തൻ്റെ നല്ല പതിയായി ഹാരി മരണം വരെ ഒപ്പമുണ്ടാകണമെന്നായിരുന്നു അവൾ പ്രാർത്ഥിച്ചത്. തൻ്റെയും അവളുടെയും മാതാപിതാക്കളെപ്പോലെ മരണസമയത്തും തങ്ങൾ ഒന്നിച്ചുണ്ടാവണം എന്നവനും പ്രാർത്ഥിച്ചു. ഹാരി ദക്ഷിണയുടെ കഴുത്തിൽ താലി ചാർത്തി. നവ്യ നാത്തോൻ സ്ഥാനം ഭംഗിയാക്കി. അവളെ മുടി മാറ്റി താലിമാല നേരെ ഇട്ട് കൊടുത്തു. ദക്ഷിണയുടെ അച്ഛൻ അവളുടെ കൈ പിടിച്ച് ഹാരിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അവർ മണ്ഡപത്തിന് ചുറ്റും 7 വലം വെച്ചു. കൂട്ടുകാർ പല വർണ്ണങ്ങൾ വാരി വിതറി അവിടെ സന്തോഷം പ്രകടിപ്പിച്ചു. ഫോട്ടോ എടുപ്പും വീഡിയോ പിടുത്തവും മുറക്കി നടന്നു. എല്ലാം കഴിഞ്ഞ് ഹരി ദക്ഷിണയും കുട്ടി വെളിയിലിറങ്ങി. എല്ലാവരോടും കൂടിയായി വൈപ്പിന് മുൻപ് എത്താമെന്നും പറഞ്ഞുകൊണ്ട് അവൻ പുതിയ ബ്ലാക്ക് പൾസർ സ്റ്റാർട്ട് ചെയ്തു. ദക്ഷിണ സന്തോഷം കൊണ്ട് മതിമാർന്നു. അവൾ അവൻ്റെ പുറകിൽ സൈഡ് ചേരിഞ്ഞിരുന്നു. അവർ യാത്ര തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ അവർ പാർവതിയുടെ തറവാട്ടിലെത്തി. ഇത് അമ്മയുടെ തറവാടാണോ? അതേലോ മേഡം. ഹരി ബൈക്കിന് ഹോൺ അടിച്ചു. അല്പസമയം കഴിഞ്ഞൊരു കാർണവർ ഇറങ്ങി വന്നു. വിവാഹ വേഷത്തിൽ നിൽക്കുന്ന അവരെ കണ്ട അയാൾ അന്തം വിട്ടു നോക്കി. ആരാ? എവിടുന്നാ? ഞാൻ ഹരി, ഇവിടുത്തെ പാർവതിയുടെ മകനാണ്. എനിക്ക് മുത്തശ്ശി ഒന്ന് കാണണം. അയാൾ അല്പനേരം അവനെ നോക്കിയിരുന്നു. പിന്നെ അകത്തേക്ക് കയറിപ്പോയി. 2 മിനിറ്റ് കഴിഞ്ഞ് മുത്തശ്ശിയും ഭദ്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് വന്നു. ദക്ഷിണയും ഹരിയും മുത്തശ്ശിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. അവർ അവരെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചു. എന്താ മോളുടെ പേര്? ദക്ഷിണ. നല്ല പേര്. എൻ്റെ കുട്ടിക്ക് ചേർന്ന പെൺകുട്ടി തന്നെ. എൻ്റെ പേര് ലക്ഷ്മി. ഇത് ഭദ്ര, എൻ്റെ കൊച്ചുമകളാണ്. ഇതവളെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ വാസുദേവ്. അവളുടെ കോളേജിലെ അധ്യാപകനാണ്. ഇന്നിവിടെ വിവാഹം ഉറപ്പിക്കലായിരുന്നു. അവർ പറഞ്ഞു നിർത്തി. ഇടയ്ക്ക് ഭദ്ര ഹാരി നിർവികാരതയോടെ വീക്ഷിക്കുന്നത് ദക്ഷിണ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ഹാരി ഇത് അറിഞ്ഞില്ല. ഹാരി അയാൾക്ക് നേരെ കൈ നീട്ടി. അവർ ഷെയ്ക്കാൻ്റെ നടത്തി. ദക്ഷിണ ഭദ്രയെ നോക്കി ചിരിച്ചു. അവൾ തിരിച്ചു. മുത്തശ്ശി കയ്യിലിരുന്ന ചെപ്പിൽ നിന്നും ഒരു വലിയ സ്വർണ്ണമാല എടുത്ത് ദക്ഷിണയ്ക്ക് ഇട്ടുകൊടുത്തു. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ മുത്തശ്ശി. കൂടിവയ്പ് കഴിഞ്ഞിട്ടില്ല, ഹാരി പറഞ്ഞു. മോൻ തിരിച്ചു പോകുന്നേ. ഞങ്ങൾ നാളെ പോകും. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരും. സ്ഥിരതാമസം ഇവിടെ തന്നെയായിരിക്കും. ഇടയ്ക്ക് മുത്തശ്ശിയെ കാണാൻ 2 ആളും വേണം. മോൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം ഇടയ്ക്ക്. തീർച്ചയായും മുത്തശ്ശി. അവർ യാത്ര പറഞ്ഞിറങ്ങി.
അവർ ഹാരിയുടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും എത്തിയതും രാഹുലിൻ്റെ അമ്മ ദക്ഷിണയുടെയും ഹാരിയുടെയും കാലുകൾ കഴുകി അവരെ സ്വീകരിച്ചു. അവർ തന്നെ വിളക്ക് നൽകി അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ദക്ഷിണ വലതുകാൽ വെച്ച് അകത്ത് കയറി. പൂജാമുറിയിൽ വിളക്ക് വെച്ച് ഹാരിയും അവിടേക്ക് വന്ന് അവളോടൊപ്പം പ്രാർത്ഥിച്ചു. ശേഷം വിരുന്ന് സൽക്കാരത്തിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകാൻ നേരം ദക്ഷിണയും കെട്ടിപ്പിടിച്ച് ദേവനും പ്രിയയും കരഞ്ഞു. ഒപ്പം അവളും. ഇത് കണ്ട് ആ നീല കണ്ണുകളും നിറഞ്ഞു. നവ്യെ ദക്ഷിണെ ബെഡ്റൂമിലാക്കി അവൾ തലയിലുള്ള പൂക്കളും ആഭരണങ്ങളും ഒക്കെ അഴിച്ചു മാറ്റി. ഹാരിയിട്ട് താലിമാലയും മൂക്കുത്തിയും മാത്രം അവൾ ഊരിയില്ല. അവൾ കുളിച്ച് വസ്ത്രം മാറി ഒരു വെള്ള ചുരിദാർ എടുത്തിട്ടു. അപ്പോൾ ഹാരി അവിടേക്ക് വന്നു. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി. രാഹുലും നവ്യയും ദക്ഷിണയുടെ കൂട്ടുകാരും ചേർന്ന് അവിടെ മണിയറ അലങ്കരിച്ചു. എല്ലാം കഴിഞ്ഞവർ പോയി. ബീർബൽ അയാളുടെ റൂമിലേക്കും. ദക്ഷിണയ്ക്ക് നല്ല ക്ഷീണം തോന്നി. അവൾ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് അടുക്കളയിലേക്ക് പോയി. അവൾ പാൽ തിളപ്പിച്ചുകൊണ്ട് നിന്നപ്പോൾ 2 കൈകൾ അവളെ വലയും ചെയ്തു. അവൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി. അവൾ ഒരു ഗ്ലാസ്സിൽ പാലെടുത്തു. അവർ 2 പേരും കൂടി ബെഡ്റൂമിലേക്ക് നടന്നു. അവൻ വെള്ള ജുബയും പാൻറ്റുമായിരുന്നു ധരിച്ചിരുന്നത്. മുല്ലപ്പൂവിൻ്റെ ഗന്ധം ആ മുറിയിൽ ആകമാനം നിറഞ്ഞു നിന്നിരുന്നു. അവൾ പാൽ ടേബിളിൽ വെച്ചു. ഹാരി അവളുടെ കയ്യിൽ പിടിച്ചു. അവർ കണ്ണിൽ നോക്കി നിന്നു. അവൻ അവളെ നോക്കി പാടി, ദക്ഷിണ നമുക്കുറങ്ങാം. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. നീ ഇപ്പം ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിന്നെ കാണുമ്പോൾ കൺട്രോൾ പോകുന്ന ഞാൻ എന്താ ഇങ്ങനെയെന്നല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. സോ നമുക്ക് ആദ്യ രാത്രിയുടെ ചടങ്ങ് പിന്നീട് നടത്താം. പാല് വേണ്ടേ? അവൻ പാലെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ബെഡിൽ ചെയ്തു. അവൾ പാൽ വായിൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ വായിലേക്ക് അത് പകർന്നു. അവൻ അവളെ തന്നെ നെഞ്ചിൽ കിടത്തി. അവളെ തലയിൽ ചെറുതായി ചൊറിഞ്ഞുകൊണ്ട് അവൻ കിടന്നു. അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ ഹരിയാണ് ആദ്യം ഉണർന്നത്. അവൻ അവളെ തന്നെ നെഞ്ചിൽ നിന്നും ബെഡിലേക്ക് കിടത്തി ബെഡ്ഷീറ്റ് പുതപ്പിച്ചു. ചെറിയ കുഞ്ഞിനെ പോലെ അവൾ കിടക്കുന്ന കണ്ട് അവൻ ചിരിച്ചു. വാഷ്റൂമിൽ പോയി ഫ്രഷായ ശേഷം ആ റൂമിൽ നിന്നും ഇറങ്ങി. ബീർബൽ ചായ ഇട്ടിരുന്നു. അയാൾ അവനും ചായ നൽകി. ചായ കുടിച്ചുകൊണ്ട് അവൻ ന്യൂസ് പേപ്പർ വായിച്ചു. ശേഷം ഓഫീസിലേക്ക് ചില മെയിലുകൾ സെൻഡ് ചെയ്തു. എന്നിട്ടൊരു കപ്പ് ചായയുമായി റൂമിലേക്ക് പോയി. ബീർബൽ തൻ്റെ ഡ്രസ്സും മറ്റും പാക്ക് ചെയ്യുവാൻ അയാളുടെ റൂമിലേക്കും. ദക്ഷിണ എഴുന്നേൽക്ക്. അവൻ അവളെ തട്ടി വിളിച്ചു. അവൾ കണ്ണുകൾ ചിമ്മി എഴുന്നേറ്റു. പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് ചായ കുടിക്ക്. പിന്നെ ഇതൊരു ശീലമാക്കണ്ട, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ പേടിയോടെ മൂളി. എന്നിട്ട് വാഷ്റൂമിൽ പോയി. അവൻ ഊറി ചിരിച്ചു. എന്നിട്ട് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി. ഈവനിങ് ഫ്ലൈറ്റിൽ മുംബൈക്ക് പോകാൻ വേണ്ടി. ദക്ഷിണ അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ ഭക്ഷണമെല്ലാം റെഡിയായിരിക്കുന്നു. അങ്കിളാകും എല്ലാം ചെയ്തത്. അവൾ ഭക്ഷണം ഡൈനിങ് ടേബിൾ ഹാളിൽ കൊണ്ടുവച്ചു. 3 പ്ലേറ്റുകൾ വിളമ്പി. ചപ്പാത്തി, വെജിറ്റബിൾ കുറുമയും പാൽ കോഫിയുമായിരുന്നു വിഭവങ്ങൾ. അവർ 3 പേരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ബീർബൽ അയാൾ കഴിച്ച പ്ലേറ്റ് എടുക്കാനായി തുടങ്ങിയപ്പോൾ ദക്ഷിണ അതെടുത്തു. ഹാരി അവളെ നോക്കിയപ്പോൾ അവൾ മുഖം കുനിച്ചു. എയർപോർട്ടിൽ അവരെ യാത്രയാക്കാൻ ദേവനും പ്രിയയും രാഹുലും എത്തിയിരുന്നു. നവിക്ക് കാലുവേദനയുള്ളതുകൊണ്ട് ദൂരയാത്ര വയ്യാത്തതുകൊണ്ടും അവൾ വന്നില്ല. ദക്ഷിണ ആദ്യമായാണ് ഫ്ലൈറ്റിൽ പോകുന്നത്. അതിൻ്റെ ടെൻഷനും അവൾക്കുണ്ടായിരുന്നു. യാത്ര പറയുമ്പോൾ അവളും മാതാപിതാക്കളും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഹാരി അത് കാണാൻ വയ്യാതെ മാറി നിന്നു. ദക്ഷിണയും ഹാരിയും ബീർബലും മുംബൈയിലേക്ക് യാത്ര തിരിച്ചു. ഹാരിയുടെ സംരക്ഷണം ദക്ഷിണയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഫ്ലൈറ്റിലുണ്ടാക്കിയില്ല. 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ മുംബൈയിലെത്തി. ഹാരിയുടെ ഫ്രണ്ട്സ് അവിടെ എയർപോർട്ടിലുണ്ടായിരുന്നു. അവൻ അവളെയും എല്ലാവർക്കും പരിചയപ്പെടുത്തി. അവർ അവൻ്റെ ഫ്ലാറ്റിലെത്തി. ഡോർ തുറക്കാൻ ബീർബൽ ചാവി എടുക്കും മുൻപേ വാതിൽ തുറക്കപ്പെട്ടു. 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു വെളുത്തുമറിഞ്ഞ സ്ത്രീയായിരുന്നു വാതിൽ തുറന്നത്. അവിടെ പുറകിൽ 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അയാൾക്ക് ആ സ്ത്രീയെ മനസ്സിലായി. അയാൾ ഹാരിയെ നോക്കി. ഇത് സുരഭി ആൻറ്റി. ആ കുട്ടി ആൻറ്റിയുടെ മകളാണ് കാജൽ. ഇന്ന് ഇവിടെ ഒരു വിവാഹം നടക്കും. ബീർബൽ അങ്കിൾ സുരഭി ആൻറ്റി വിവാഹം കഴിക്കും, അവൻ പറഞ്ഞു. അയാൾ ഞെട്ടലോടെ അവരെ നോക്കി. ഇത്രയും കാലം അങ്കിൾ എനിക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഇനി ഇവർക്ക് വേണ്ടി കൂടെ ജീവിക്കും. പഠിക്കുന്ന കാലത്ത് നിങ്ങൾ പ്രണയിച്ചതല്ലേ? അന്നത്തെ സാഹചര്യം നിങ്ങളെ പിരിച്ചു. ആൻറ്റി മറ്റൊരു വിവാഹം കഴിച്ചു. പക്ഷെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയി. ഇപ്പോൾ ഇവർ അനാഥരാണ്. ഇനി എന്ത് വേണമെന്ന് അങ്കിൾ തീരുമാനിക്കുക. ദക്ഷിണ എല്ലാം കേട്ട് വീഴ്ച നിൽക്കുകയായിരുന്നു. എല്ലാവരും ബീർബലിനെ നോക്കി. അയാൾ സുരഭിയുടെ കയ്യിൽ പിടിച്ചു. അവർ രണ്ടും കരഞ്ഞു. അയാൾ കാജലിനെ അരികിലേക്ക് വിളിച്ച് അവളെ തലയിൽ തലോടി. ഇനി ഈ ഫ്ലാറ്റ് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് ഈ മകനും ഭാര്യയും വരും. അപ്പോൾ അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി പൂരി മസാല ഉണ്ടാക്കി തരണം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അവർ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ദക്ഷിണ എടുത്തു. സുരഭി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച ശേഷം ഹരി ദക്ഷിണയും കുട്ടി അവിടെ നിന്നും ഇറങ്ങി. വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ അവൻ്റെ കാർ എത്തിച്ചേർന്നു. അവിടെ ഒരു മാമ്പഴത്തോട്ടത്തിന് നടുക്ക് ഒരു പഴയ കെട്ടിടമുണ്ടായിരുന്നു. അവിടേക്ക് അവളെ അവൻ കൊണ്ടുപോയി. ദക്ഷിണ, ഇതെൻ്റെ ഡാഡി ആദ്യമായി വെച്ച വീടാണ്. അവർ വിവാഹം കഴിഞ്ഞ ശേഷം ഇവിടെയായിരുന്നു. എനിക്ക് 3 വയസ്സ് ശേഷമാണ് ഫ്ലാറ്റിലേക്ക് മാറിയത്. എങ്കിലും എല്ലാ മാസവും ഒരാഴ്ച ഞങ്ങൾ ഇവിടെ താമസിക്കുമായിരുന്നു. അവൾ ആ വീട് മൊത്തം നടന്ന് കണ്ടു.
അവിടെ ഒരു ചെറിയ റൂമിൽ ഹരിയുടെ മാതാപിതാക്കളും ഹരിയും ഒന്നിച്ചുള്ള ഒരു പഴയ ചിത്രം അവൾ എടുത്തു നോക്കി. ഹരിയും അച്ഛനും ഒരേപോലെയുള്ള കണ്ണുകൾ. അമ്മ വളരെ സുന്ദരിയായിരുന്നു. അതിൻ്റെ അടുത്ത് മറ്റൊരു ഫോട്ടോ അവൾ കണ്ടു. അവൾ അതെടുത്തു. അപ്പോൾ ഹരി അവിടേക്ക് വന്നു. ഇതാരൊക്കെയാ? അവൾ ചോദിച്ചു. ഇത് എൻ്റെ ഡാഡിയുടെ പെങ്ങളും ഭർത്താവും. ദക്ഷിണയുടെ ഒത്തുള്ള അവിടെ ചിത്രങ്ങളെല്ലാം ഹരി അവിടുന്ന് മാറ്റിയിരുന്നു. രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. അത് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി. അവൾ ആ ചിത്രം നോക്കി നിന്നു. രാത്രി ദക്ഷിണ ബെഡ്റൂമിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ഹരി പുറകിൽ നിന്നും അവളെ പുണർന്നു. അവൻ അവളെ കിടക്കയിലേക്ക് എടുത്ത് കിടത്തി. അവളെ നെറ്റിയിൽ ചുംബിച്ചു. അവൻ്റെ ആത്രങ്ങൾ അവളുടെ മുഖം മുഴുവനും ചുംബനം കൊണ്ട് മൂടി. ഒടുവിൽ അവളുടെ ആത്രങ്ങൾ അവൻ സ്വന്തമാക്കി. രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ ഒന്നായി തീർന്നു. പിറ്റേന്ന് ദക്ഷിണ ആദ്യം എഴുന്നേറ്റും. അവൾ കുളിച്ച് റെഡിയായി അടുക്കളയിൽ കയറി ചായ ഉണ്ടാക്കി. 2 കപ്പുകളിൽ ചായയുമായി അവൾ മുറിയിലേക്ക് ചെന്നു. ഹരി അപ്പോൾ കുളിക്കാൻ പോയിരുന്നു. അവൻ വന്ന ശേഷം അവർ ഒന്നിച്ച് ചായ കുടിച്ചു. നമുക്കൊരിടം വരെ പോകാനുണ്ട്, വേഗം ഒരുങ്ങി വായു, അവൻ അവളോട് പറഞ്ഞു. അവർ രണ്ടും റെഡിയായി ഇറങ്ങി. 15 മിനിറ്റിൽ കാർ ഒരു വലിയ കെട്ടിടത്തിന് മുന്നിലെത്തി. കാറിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് യൂണിഫോം ധരിച്ച കുറേ കുട്ടികൾ അവിടേക്കെത്തി. പല പ്രായത്തിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരിൽ ചിലർ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ചാണ് നടന്നത്. ചിലർ പവർ ഗ്ലാസ് ഉപയോഗിച്ചിരുന്നു. കുട്ടികൾ ഹരി ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. അവൻ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും ഒരുപാട് സമ്മാനങ്ങൾ പൊതികളെടുത്ത് അവ ദക്ഷിണയുടെ കയ്യിൽ കൊടുത്തു. അവിടുത്തെ കുട്ടികൾക്ക് നൽകി. അപ്പോഴേക്കും വൃദ്ധകളും ചെറുപ്പക്കാരുമായ സ്ത്രീകളും കുറച്ച് വൃദ്ധന്മാരും അവിടേക്ക് വന്നു. അവർ ഹിന്ദിയിലും മറാത്തിയിലും ഹരിയോട് സംസാരിച്ചു. കുറച്ച് സമയം അവിടെ ചിലവച്ച ശേഷം അവർ മടങ്ങി. ഹരി നടത്തുന്ന അനാഥാശ്രമമായിരുന്നു അത്. ഒരാഴ്ച മുംബൈ മുഴുവൻ ചുറ്റിയ ശേഷം അവർ അവിടുന്ന് ലണ്ടനിലേക്ക് പോയി. ഹരിയുടെ ബന്ധുക്കൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ ഒരാഴ്ച ചിലവഴിച്ച ശേഷം അവർ വീണ്ടും മുംബൈയിലെത്തി. ബീർബലിനും കുടുംബത്തിനുമൊപ്പം 3 ദിവസം താമസിച്ചു. ശേഷം അവർ കേരളത്തിലേക്ക് യാത്രയായി. 5 വർഷങ്ങൾക്ക് ശേഷം ഹരിയുടെ ആഗ്രഹം പോലെ അവർക്ക് 4 കുട്ടികൾ ജനിച്ചു. അതും ഒറ്റ പ്രസവത്തിൽ. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഹരിയുടെ നീലക്കണ്ണുകൾ അവർക്ക് കിട്ടിയില്ല. പകരം ദക്ഷിണയുടെ കാപ്പിക്കണ്ണുകളായിരുന്നു അവർക്ക് ലഭിച്ചത്. ദക്ഷിണയുടെ കൂട്ടുകാരികളിൽ രേവതിയും മനീഷയും വിവാഹിതരായി. ക്രിസ്റ്റി ഇപ്പോഴും പഠനം തുടർന്നു. ഒപ്പം ദക്ഷിണയും. അവളൊരു മാത്സ് ടീച്ചറാകാനുള്ള ശ്രമത്തിലാണ്. ഹരിയുടെ ട്യൂഷനുണ്ട് അവൾക്ക്. രാഹുലും നവിക്കും ഒരു കുട്ടി കൂടി ഉണ്ടായി. മൂത്തത് ആൺകുട്ടിയും ഇളയത് പെൺകുട്ടിയും. ശ്രാവൺ അനുരാധയോടൊപ്പം വേറെ വീട്ടിലാണ് താമസം. അവർക്കൊരു മകളുണ്ട്. ഭദ്ര ഭർത്താവിനും മുത്തശ്ശിക്കുമൊപ്പം ഹരിയെയും കുടുംബത്തെയും കാണാൻ വരാറുണ്ട്. അവർ ഇടയ്ക്ക് അവിടേക്കും പോകും. ദക്ഷിണയുടെയും ഹരിയുടെയും മക്കളായ ഹാലിൻ, ഹാലിയ, ധ്രുവിക, ധ്രുവൻ എന്നിവർ പകൽ സമയം ദേവനും പ്രിയയ്ക്കൊപ്പം, രാത്രി അച്ഛനമ്മമാർക്കൊപ്പം അവിടെ ജീവിതം ആഘോഷമാക്കി. ദക്ഷിണയുടെ കൂട്ടുകാരും അവിടെ കുടുംബവും. രാഹുലും ശ്രാവണും അവിടെ കുടുംബങ്ങളും. ഹരിയും അവൻ്റെ കുടുംബവും മാസത്തിൽ 1 തവണ ഒത്തുകൂടാറുണ്ട്. ശ്രാവന്തി വിവാഹശേഷം ഭർത്താവിനൊപ്പം അമേരിക്കയിലാണ്. ബീർബലും കുടുംബവും ഇടയ്ക്ക് കേരളത്തിലേക്കും ഹരിയും കുടുംബവും ഇടയ്ക്ക് മുംബൈയിലേക്കും പോകാറുണ്ട്. വർഷത്തിലൊരിക്കൽ ഹരി കുടുംബസമേതം ലണ്ടനിൽ പോകും. ഹരി തല ചൊറിഞ്ഞു കൊടുത്താൽ മാത്രമേ ഇപ്പോഴും ദക്ഷിണ ഉറങ്ങുള്ളൂ. ദക്ഷിണയും അവളുടെ നീലക്കണ്ണനും അവരുടെ ജീവിതം ഇണക്കങ്ങളും പിണക്കങ്ങളുമായി സന്തോഷം തുടരുന്നു.